പ്രിയപ്പെട്ട വിശ്വാസികളെ, മനുഷ്യരെ, നിങ്ങളുടെ മേൽ സൃഷ്ടാവിൻ്റെ ശാന്തിയും സമാധാനവും എപ്പോഴും ഉണ്ടാവട്ടെ. വളരെ ശാന്തവും സൗമ്യവുമായി ഒരു കാര്യം പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആമുഖമായി പറയട്ടെ, ഞാനൊരു മതത്തിനും എതിരല്ല, ഒരു മതസംഘടനയ്ക്കും എതിരല്ല എന്ന് മാത്രമല്ല, ഞാനൊരു സുന്നി വിഭാഗക്കാരനാണ്. ആ ആശയാദർശങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചിലതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ പോലും നമ്മൾ ആപേക്ഷികമായി എടുത്തു വെച്ച് നോക്കിയാൽ എല്ലാവരും പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുള്ളത് അത്തരത്തിൽ സ്വീകാര്യമായ ഒന്നാണ്. അതിൽ തന്നെ സമസ്തയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പലപ്പോഴും ഒരു ശൈലിയുള്ളത്, ഞങ്ങളുടെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെയൊക്കെ. ഏതായാലും അത്തരമൊരു ഞാൻ പലപ്പോഴും ഇതിനകത്തെ പല ജീർണതകളെക്കുറിച്ചും പുഴുക്കുത്തുകളെക്കുറിച്ചും പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുനീർ മുഹീദ്ദീൻ ഹുദവിയെ പോലെയൊക്കെയുള്ള ആളുകൾ വന്ന് നമ്മുടെ കണ്ടൻറ്റിനെക്കുറിച്ചും നമുക്ക് ലഭിക്കേണ്ട വരുമാനത്തെക്കുറിച്ചും, ആ വരുമാനം കിട്ടിയില്ലെങ്കിൽ പട്ടിണിയായി പോകുന്ന കഞ്ഞി കുടിക്കാനുള്ള വകയ്ക്ക് വേണ്ടി നടത്തുന്ന ചാനലുകളായൊക്കെ അദ്ദേഹം മൈക്കിലൂടെ പ്രഭാഷണം ഒക്കെ നടത്താറുണ്ട്. അങ്ങനെയൊക്കെ നടത്തുന്നത് കാണുമ്പോൾ ഞാൻ പറയുന്നത് എത്രയോ സത്യമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് എനിക്ക് ഇഷ്ടമാണ്, സ്നേഹമാണ്, ഒരുപാട് ആദരവൊക്കെ ഉള്ള ഒരാളാണ്. എന്തെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, പുള്ളി അങ്ങനെ സാമ്പത്തിക താല്പര്യവും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. പലപ്പോഴും ഈ പരിപാടികൾക്ക് വരുമ്പോൾ ലക്ഷങ്ങൾ വാങ്ങുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏർപ്പാടൊന്നും പുള്ളിക്കില്ല. പക്ഷേ പുള്ളി ഒരു ക്ലച്ചിൽ നിന്നങ്ങോട്ട് വിട്ടുപോകാൻ പറ്റുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. സാക്ഷാൽ അമ്പഴക്കടവ് അമീദ് ഫൈസിയും മുക്കം ഫൈസിയും ഒക്കെ നയിക്കുന്ന ആ ഒരു ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായി ഇദ്ദേഹത്തിന് വിടുതൽ ചെയ്യാൻ പറ്റിയില്ലേ എന്നേ വരുള്ളൂ. ഈ തങ്ങൾ പറയുന്ന കാര്യം ഞാൻ പറയുന്ന കാര്യമായി നിങ്ങളൊന്ന് സങ്കല്പിച്ചാൽ നിങ്ങൾ എത്ര ചീത്ത എന്നെ വിളിക്കും. ദേ തങ്ങൾ പറയുന്ന കേട്ടോളൂ. സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മള് ഈ പരിപാടിയിൽ വരുന്ന ആളുകളൊക്കെ, അപ്പോൾ ചിലർക്ക് ചില ആളുകളോട് വ്യക്തിപരമായ വലിയ എതിർപ്പുണ്ടാവും. അപ്പം അയാളെ ഇരിക്കാൻ സ്ഥലം കൊടുക്കാതിരിക്കേ, അങ്ങനത്തെ സംഗതി ഒന്നും ഉണ്ടാകാൻ പാടില്ല. അല്ല, അങ്ങനെ ഒരു അതിനു വേണ്ടി ഉണ്ടാക്കണതല്ല ഈ സമ്മേളനം എന്നുള്ളത്. മുമ്പ് ഒരു കഥ പറയാനുണ്ട്. ഒരു മുതലാളി മൗലിദ് കഴിക്കലുണ്ട് റമദാൻ എല്ലാ റബീഉൽ അവ്വലും. അപ്പോൾ മുസ്ലിയാരും കുട്ടികളൊക്കെ വരും, പൈസ കൊടുക്കൽ കാര്യസ്ഥൻ നിന്ന്. അപ്പോൾ മുതലാളി ഉറുപ്പ്യ കൊടുക്കാൻ പറഞ്ഞാൽ അയാൾ 25 പൈസ കൊടുക്കുള്ളൂ. അപ്പോൾ ഈ കാര്യസ്ഥൻ അവിടുന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു മനസ്സ് ഈ ഉസ്താദിനും കുട്ടികൾക്കൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ഈ കാര്യസ്ഥൻ ഒരവസരത്തിൽ മുസ്ലിയാരോട് ചോദിച്ചു, എന്താ മുസ്ലിയാർ ഇന്നും ഈ കൊല്ലം മൗലിദൊന്നും ഇല്ലേ, എന്നോട് മുതലാളി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം മുസ്ലിയാർ പറഞ്ഞു, മൗലിദുണ്ട്, ഞങ്ങളോട് പറഞ്ഞിരിക്കണം. ഞങ്ങളോട് അത് ഈ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, കാര്യസ്ഥൻ ഒന്ന് കളിയാക്കി വിടണം, ആ മൗലിദ് ഓതിയാൽ മതി എന്നാണെന്ന്. അങ്ങനെ മൗലിദിന് വന്നിരുന്നപ്പോൾ ഈ കാര്യസ്ഥനൊരു കൂനുള്ള ആളായിരുന്നു. അപ്പം ഇങ്ങനെ കുഞ്ഞിരിക്കണം. അപ്പം മൂല്യരും കുട്ടികളും മൗലൂദ് ഖാലി കൂനാന്ന് പറയുമ്പോൾ കൂനാന്ന് പറഞ്ഞ് ഇയാളങ്ങ് ഒത്തു പോകും. പിന്നെയും റാസി കൂനാന്ന് പിന്നെയും പറയും. അങ്ങനെ ഈ ഖാലിക്കൂനിയും റാസിക്കൂനിയും ഇങ്ങനെ പറഞ്ഞു കണ്ട് ഇയാൾക്ക് തോന്നി ഇവിടെ ഇരുന്നിട്ട് ചുക കെട്ടില്ല, ഈ മൂല്യർ പറഞ്ഞത് ശരി തന്നെയാണ്, മുതലാളി നമ്മളെ കളിയാക്കാൻ ഉണ്ടാക്കിയ മൗലൂദാണെന്ന്. അങ്ങനെ അയാൾ എണീച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പം എന്നതുപോലെ ചില സ്ഥലത്തു നിന്നൊക്കെ പലരും പറയുന്ന ചില അനുഭവങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് ദേഷ്യം ഉണ്ടാവും. അപ്പം അവൻ വരുമ്പോൾ അവൻ എന്താക്കുക, ഇരിക്കാൻ സ്ഥലം കൊടുക്കാതിരിക്കുക, അങ്ങനെയല്ല. നമ്മൾ ദേഷ്യം ഉണ്ടാവില്ല. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനം അതിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. നിങ്ങൾ വ്യക്തിപരമായ ദേഷ്യമോ മറ്റു ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്നോ മറ്റോ അത് ഉപയോഗപ്പെടുത്തുന്നതല്ലാതെ ഇതതിനുള്ളതല്ല. ഇത് വരുന്ന എല്ലാവരെയും നമ്മൾ സ്വീകരിക്കണം. അത് ചിലപ്പോൾ നമുക്ക് ദേഷ്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഇല്ലാത്തവരായിരിക്കും, എന്തായാലും വേണ്ടില്ല, എല്ലാവരും സ്വീകരിക്കുക. എല്ലാവരോടും ഒരേ സ്വരത്തിൽ നമ്മൾ എന്താകുക, അവരോട് സംസാരിക്കുക, ഒരേ രീതിയിൽ അവരോട് പെരുമാറുക. അവനെ ഒരാളെ നിന്ദിച്ചു എന്നുള്ളത് നമ്മുടെ ശാസ്ത്രം ഉണ്ടാവാൻ പാടില്ല. ഇവിടുന്ന് നല്ല സംഘടന മറ്റു എവിടുന്നുണ്ടാവും, ക്യാമ്പിൽ നിന്നൊന്നും ഉണ്ടാവും. ക്യാമ്പിൽ പലരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവരൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമില്ലാത്തവൻ വന്നിട്ടാണെങ്കിൽ അവിടെ അവൻ സൗകര്യം ചെയ്ത് കൊടുക്കാതിരിക്കുക, അതുണ്ടാവണം. ഇഷ്ടമില്ലാത്തവൻ വന്നാലാണ് ഏറ്റവും അധികം സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനമാണെന്ന് മനസ്സിലാക്കി. ഇതൊരു വലിയൊരു മതസംഘടനയുടെ സമ്മേളനമാണ്. അപ്പം മതം ശാസിക്കുന്ന നിലക്കുള്ള ഉന്നത സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവണം. ആ സ്വഭാവങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശബ്ദ കോലാഹലങ്ങളില്ലാതെ
പക്ഷേ ഇപ്പം തന്നെ നമ്മളവിടെ അവിടേക്ക് നമ്മൾ കൊടി മക്കാമുങ്ങിൽ വെച്ചു, ഷെയ്ഖുനാൻ്റെ അവിടെയും വെച്ചു. അപ്പോൾ അവിടെ വെച്ചതിന് ശേഷമാണ് രണ്ടാമത് ഷെയ്ഖുനാൻ്റെ അവിടെ കൊണ്ടുവന്നത്. കാരണം ഷെയ്ഖുന അതായിരിക്കും ഇഷ്ടപ്പെട്ടത്. മഹാന്മാരാവുന്ന സാദാത്തുക്കളെ അവരൊക്കെ ബഹുമാനിച്ച് അവിടെ വെച്ചതിന് ശേഷമാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായും കൊണ്ട് ആരെങ്കിലും അകത്തുനിന്നുണ്ടായി തീരാൻ പാടുള്ളതല്ല എന്നാണ് എല്ലാവരോടും ഈ അവസരത്തിൽ വളർത്താനുള്ളത്. അപ്പോൾ ആ നിലക്ക് നമ്മളൊക്കെ യോജിച്ച് സന്തോഷത്തോടു കൂടി ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ അന്തസ്സും അതിൻ്റെ ആ ഉയർച്ചയും ഒക്കെ കാണിക്കണ ഒരു വലിയൊരു സമ്മേളനമാണിത്. അഥവാ ദീനിൻ്റെ ആ അന്തസ്സ് വെളിപ്പെടുത്തപ്പെടുന്ന ഒരു വലിയ സമ്മേളനം. ഇത് വേറെ എന്തെങ്കിലും നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വലുതാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നിലക്കുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും ഉണ്ടാക്കിയതായ ഒരു സമ്മേളനമല്ല. ഇത് അള്ളാഹു കബൂൾ ചെയ്യണം. നാളെ ആഖിറത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഹസനാത്തിൻ്റെ രേഖയിൽ അത് രേഖപ്പെടുത്തപ്പെടണം. അതിനനുസരിച്ചുള്ള നിയ്യത്തും സഹകരണവും നല്ല സ്വഭാവങ്ങളൊക്കെ എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് ഇവിടെ കൂടിയവരോടും കൂടാത്തവരോടൊക്കെ ഉണർത്തിക്കൊണ്ടിട്ട് ഈ പറഞ്ഞത് ഞാനാണെങ്കിൽ എന്നെ നിങ്ങൾ എന്തെല്ലാം തെറി വിളിക്കും. നിനക്ക് സമസ്തയെക്കുറിച്ച് എന്തറിയാവടാ, നീ സമസ്തയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോടാ, പഠിക്കാത്ത ജാഹിലെ, കണ്ടൻറ് ക്രിയേറ്ററെ, സങ്കരവർഗത്തിൽപ്പെട്ടവനെ എന്നൊക്കെ പറയൂലേ. പക്ഷേ ഇത് പറഞ്ഞത് ഈ സംഘടനയെ നയിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഇതിൻ്റെ പ്രസിഡൻ്റാണ്. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ 100 വർഷം ആയ ഒരു സംഘടനയുടെ ഒരു വലിയ സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ, നിങ്ങൾ എതിരാളികൾ വന്നാൽ കസേര കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ആ ഇരിക്കുന്നവരിൽ കുറേ പേർക്കെങ്കിലും ഇഷ്ടമല്ലാത്തവർ വന്നാൽ കസേര കൊടുക്കാതിരിക്കുന്ന ഒരു പണിയുണ്ട്, അതിവിടെ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അതിൽ വരുന്നതാരാ? RSSകാരും വരില്ല, മുജാഹിദുകാരും വരില്ല, ജമാഅത്ത് ഇസ്ലാമിക്കാരും ഈ സമ്മേളനത്തിന് വരില്ല. വരുന്നത് മുഴുവൻ സുന്നിക്കാരാണ്. അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവരെ കസേര കൊടുക്കാതെ നിർത്തുന്ന പണി ചെയ്യരുതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് എന്താ, ആ പരിപാടിയൊന്നും ഇവിടെ എടുക്കരുത്, നിങ്ങളതൊക്കെ വീട്ടിൽ തീർത്തോളാനാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നിങ്ങളത് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലെന്ന് ആർക്കറിയാം? ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കറിയാം. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞത് എന്താ, നിങ്ങളതൊക്കെ വീട്ടുമേ തീർത്തോളാനാണ് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം എന്താ, അദ്ദേഹം പറഞ്ഞില്ലേ റാസി കൂന എന്നൊക്കെ പറഞ്ഞില്ലേ. ആ സൈസ് ഇംഗ്ലീഷ് മീഡിയം പണി ഈ ഉസ്താദന്മാരുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ കഥയിൽ സൂചിപ്പിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ മുക്കവും അമ്പലക്കടവും ഒക്കെ പലയിടത്തും പ്രസംഗിക്കുമ്പോൾ ചില സവിശേഷമായ വാക്കുകൾ പറഞ്ഞിട്ട് ചിലരെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് അത് വേറൊന്നും വെച്ച് പറഞ്ഞതല്ല, പാണക്കാട് സാദാത്തുക്കൾ ഞങ്ങളുടെ ഏറ്റവും മികച്ചവരാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ കൂനാപ്പണി നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. കോൺഗ്രസിൻ്റെയോ CPMൻ്റെയോ ഏതിൻ്റെയെങ്കിലും പരിപാടി നടത്തുമ്പോൾ വോളണ്ടിയർമാരോട് പറയുന്നത് എന്താ, നിങ്ങൾ ശ്രദ്ധയോടെ നിൽക്കണം, എല്ലാവരെയും സ്വീകരിച്ചിരുത്തണം, എല്ലാവർക്കും സംഗതികൾ കൊടുക്കണം, അതിന് ചുമതലപ്പെട്ടവരാ. ഇവിടെ തങ്ങൾ പറഞ്ഞത് എന്താ, കസേര കൊടുക്കാതിരിക്കരുത്, മിണ്ടാതിരിക്കരുത്, വേറെ ഏതെങ്കിലും പണിയുണ്ടെങ്കിൽ എവിടെയെങ്കിലും നടത്തിക്കോളാം, കൂനപ്പണിയൊന്നും ഇതിനകത്ത് നടത്താൻ പാടില്ല. വേറൊരു കാര്യം കൂടി പറഞ്ഞു തങ്ങൾ, ഈ പ്രത്യേകമായ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കൽ. അതെന്താണെന്നറിയോ, ഈ അമ്പലക്കടവ് ഫാൻസ് അസോസിയേഷൻ, ഉമ്മർ ഫൈസി ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് ഫാൻസുകാരുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും പാണക്കാടിനും മറ്റവർക്കൊന്നും ഫാൻസില്ലയൊന്നും. സമസ്തയിലെ മഹാഭൂരിപക്ഷം പേരും ഈ പറയുന്ന ലീഗ് പ്രവർത്തകരോ അല്ലെങ്കിൽ ലീഗ് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്നവരോ ആണ്. അതിന് പ്രത്യേകിച്ചൊരു ഫാൻസ് വേണ്ട. എന്നാൽ ഇവർ സവിശേഷമായ ചില ഫാൻസുകൾ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഈ ചടങ്ങുകളിലിരുന്ന് ഇവർ പ്രസംഗിക്കുമ്പം അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കും. എന്നിട്ട് ഇവരുടെ പ്രസംഗം തീരുമ്പം ആ സദസ്സിൽ നിന്ന് എല്ലാവരോടും എഴുന്നേറ്റങ്ങ് പോകും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മഹാനവറുകളുടെ വാക്കുകൾ കേൾക്കാൻ മാത്രം വന്നതാണ്, ഇനി അതിനുശേഷം സംസാരിക്കുന്നവരുടെ വാക്കുകളൊന്നും കേൾക്കാൻ ഞങ്ങൾ നിൽക്കുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആ സംഗതികൾ ചെയ്യുന്നതും ഇതിനകത്തുള്ളവരാണ്. പിന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി AI നിർമ്മിതമായ ഒരുപാട് ഫോട്ടോകൾ ഈ സാദിഖ് അലി തങ്ങളെ വെച്ചും അബ്ബാസ് അലി തങ്ങളെ വെച്ചും ഒക്കെ ഉണ്ടാക്കി വിടുന്നുണ്ട്. ആ ഉണ്ടാക്കി വിടുന്നതൊന്നും RSSകാരും CPMകാരും ഒന്നുമല്ല, അതെല്ലാം ഈ ഷജറകളാണ്. അത്തരം ആളുകൾ ഷജറത്തരം ഇവിടെ കാണിക്കരുതെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മുനീർ മുഹീദ്ദീൻ ഹുദവി ഉസ്താദ് ഒന്ന് പറയണേ, ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ.